പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കസ്റ്റഡിയിൽ അറിയിച്ചിരുന്നു. പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിൽ അമ്മു സജീവന്റെ സഹപാഠികളായ പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി AT അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരെയാണ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കോളേജിൽ നിന്ന് കാണാതായ ലോഗ് ബുക്ക് കണ്ടെത്തണം. മൊബൈലിൽ തെളിവുകളുണ്ട്. ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമെന്നും അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടപെട്ടേക്കുമെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പ്രതികളുടെ പ്രായം പരിഗണിക്കണമെന്നും ഇനി പോലീസ് കസ്റ്റഡിയിൽ വിടരുതെന്നും ഇടക്കാല ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരുന്നത്. അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ച മുൻപ് പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് പിടിയിലായ സഹപാഠികൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പൽ 3 വിദ്യാർത്ഥികൾക്കും മെമ്മോയും നൽകിയിരുന്നു. ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച പോലീസ് അമ്മുവിന്റെ മാതാപിതാക്കൾ, കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും ശേഖരിച്ചിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത 3 പ്രതികളെയും കൊട്ടാരക്കര വനിതാ ജയിലിലേക്ക് മാറ്റി. നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണാവസ്ഥയിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. കൃത്യമായ അന്വേഷണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നതാണ്. കോടതിയിൽ നിന്നും പുറത്തേക്കിറക്കിയ പ്രതികളെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. തിങ്കളാഴ്ച ABVP പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.